അനവധിയായ സമ്പത്തുകളും ഭൂമിയുടെ നിലനിൽപ്പും കേരളത്തിന്റെ മൺസൂണും ഇന്ത്യയുടെ മൺസൂണും തന്ന് അനുഗ്രഹിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെ, പ്രകൃതിയുടെ ഈ പ്രതിഭാസത്തെ നീക്കം ചെയ്യാൻ നമ്മൾ ആരെ? ഉള്ളതൊക്കെ ഇല്ലാണ്ടാക്കും. നിങ്ങൾക്ക് 2 പശുവിനെ വളർത്താൻ പറ്റില്ല, ഒരു പശുവിനെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും, നിങ്ങളുടെ ഏകവിളത്തോട്ടങ്ങളൊക്കെ പറിച്ചെറിയാൻ പോവാണ് തുടങ്ങിയിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള കഥകൾ പറഞ്ഞു പരുത്തി ഒരു കൂട്ടർ അതിനെ വോട്ട് ബാങ്കായി കാണുകയും ഒരു കൂട്ടർ മതാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ട് ബാങ്കിനെ പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സംജാതമായതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള സംരക്ഷണത്തിന് ഉപകരിക്കാവുന്ന ഒരു റിപ്പോർട്ടിനെ തള്ളിക്കളയാനും അതിൽ കുറേ വെള്ളം ചേർത്തിട്ടുള്ള കസ്തൂരി രംഗ റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുവരാനും കാരണമായത്. ഈ കസ്തൂരി രംഗ റിപ്പോർട്ട് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മതപുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും ഇടപെട്ടുകൊണ്ട് കർഷകരെ ഇളക്കി വിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫലമോ സംരക്ഷിക്കപ്പെടേണ്ടതായ, ഭൂമിക്ക് മുഴുവനും വേണ്ടി സംരക്ഷിക്കപ്പെടേണ്ടതായ സഹ്യപർവ്വത നിരകളെ ഖനനം വഴി, മാഫിയകൾ കൈയടക്കുക വഴി, റിസോർട്ടുകളുടെ നിർമ്മാണം വഴി അതിനെ ശിഥിലീകരിച്ച് നാശമാക്കി ഭാവിക്ക് വൻ ദോഷം ചെയ്യുന്ന, നമുക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ മുഴുവൻ മൺസൂണാണ് പശ്ചിമഘട്ടം. ഇതിനെ ഇല്ലാതാക്കുക വഴി ഭൂമിയുടെ നിലനിൽപ്പ്, ഓസോൺ പാളികളെ കുറിച്ചൊക്കെ നമ്മൾ മക്കളോട് പറയും. ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും, വലിയ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടില്ല. നമ്മുടെ അമ്മമാർ പറയും കടുക് ചോരുന്നത് കാണും, തേങ്ങ ചോരുന്നത് കാണില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട വളരെ ഗൗരവതരമായ കാര്യമാണ് എന്തിന് പശ്ചിമഘട്ടം സംരക്ഷിക്കണം എന്നുള്ളത്. ഇത് ഇനി അങ്ങോട്ട് ഇതുവരെ സംഭവിച്ചത് കർഷകർ അവിടെ ചെന്നു കുറേ ഭൂമി അവർ കൃഷി ഇറക്കി. കൃഷി ഒരിക്കലും പശ്ചിമഘട്ടത്തിന് ദോഷമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കഴിഞ്ഞ കൃഷി നിലങ്ങൾ അതിൽ കൃഷി ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ലാതെ അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് ദോഷകരമായിട്ട് തീരുന്നത്. അതുകൊണ്ട് കർഷക ജനതയോ ആദിവാസികളോ പശ്ചിമഘട്ടത്തിൽ ഖനനം വേണം എന്ന് വാദിക്കുന്നവരാകില്ല. അവിടെ ഖനനം നടക്കണമെന്നും കോർപ്പറേറ്റുകൾക്കും മൂലധന ശക്തികൾക്കും ഇഷ്ടം പോലെ അവിടെ ഭൂമി കൊടുക്കണമെന്നും അവിടെ ടൂറിസ്റ്റ് വികസനം വരണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്ന വേറെ ചില കൂട്ടരാണ്. അവർക്ക് സംരക്ഷണം നൽകുന്ന വിധത്തിലുള്ള നിലപാടുകളാണ് ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. അതാണ് നമ്മുടെ കണ്ണിൽ പെടാതെ പോകത്തക്ക വിധത്തിൽ കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ വലിയ കലാപം. CK ജാനുവിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. ഒരു പുല്ലിനെ അതിൻ്റെ അവകാശ മണ്ണ് ഉണ്ട് എന്നാണ് ജാനു പറയുക. ഞങ്ങൾക്ക് ഭൂമി തന്നാൽ, കാട് തന്നാൽ ഞങ്ങൾ കാടിനെ സംരക്ഷിക്കാം എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളിവിടെ വെട്ടിവെളിപ്പിച്ച് റിസോർട്ട് ഉണ്ടാക്കാമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കാട് തന്നാൽ ഞങ്ങൾ കാടിനെ സംരക്ഷിക്കും. കാട് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്ന ജനത്തിന് മാത്രമേ ഈ ഇതിൻ്റെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ. ഇത് തിരിച്ചറിയാത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാട് എന്ന് പറഞ്ഞാൽ വെട്ടിവെളിപ്പിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു കാര്യമാണ് എന്നേ അവർ മനസ്സിലാക്കുകയുള്ളൂ. അനവധിയായ സമ്പത്തുകളും ഭൂമിയുടെ നിലനിൽപ്പും കേരളത്തിന്റെ മൺസൂണും ഇന്ത്യയുടെ മൺസൂണും തന്ന് അനുഗ്രഹിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെ, പ്രകൃതിയുടെ ഈ പ്രതിഭാസത്തെ നീക്കം ചെയ്യാൻ നമ്മൾ ആരെ?